നമസ്കാരം. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ സൗഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. വരും ദിവസങ്ങളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ് ഇത്. ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർച്ച വന്നു ചേരാം. അതേപോലെ ബിസിനസ്സിൽ വളരെ വേഗം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കൂട്ടുകച്ചവടത്തിലൂടെയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് ഇത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കാണ് എങ്കിൽ മത്സര പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കലാ കായിക മത്സരങ്ങളിൽ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഒരു കാര്യം നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട അപകട സാധ്യതകളെ ഒഴിവാക്കുവാൻ ഈ സമയം സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുവാൻ ഏറ്റവും ശുഭകരമായ സമയമാണ്. വിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസം. വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ വിജയങ്ങൾ വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങൾക്കും തൊഴിൽപരമായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടം വർദ്ധിക്കുക, അപ്രത്യക്ഷമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതായ ചില ക്ലേശങ്ങൾ, അത്തരം ക്ലേശങ്ങൾ ഒഴിവായി പോകുവാൻ സഹായകരമായ ദിവസം. ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്ന് വരുന്ന സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. മിഥുനത്തിലെ മകീര നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്പം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. തൊഴിൽപരമായി നേട്ടങ്ങൾ, വിജയങ്ങൾ കരസ്ഥമാക്കുന്നതായ സമയം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുന്നതിനാൽ മാനസികപരമായ സന്തോഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ്സിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിയും. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ തീർച്ചയായും മകീര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊഴിൽ വിജയം ഉൾപ്പെടെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ തേടി വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 10ലും 11ലും ആദ്യത്തിനാണ്. കർമ്മ പുരോഗതി, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. പ്രതീക്ഷിക്കാതെ തന്നെ
നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ പുരോഗതി വന്നു ചേരും. കർമ്മങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. സ്വീകാര്യത വർദ്ധിക്കും. കൂടാതെ തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനും അനുകൂലമായ സമയം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ അല്പം കൂടി ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ഒഴിവായി പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ധനപരമായി അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ചില കൈവായ്പകൾ മടക്കി കൊടുക്കുവാൻ സാധിക്കും. ചില കൈവായ്പകൾ തിരികെ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. അനുകൂലമാണ് സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് മുക്കാൽ പങ്കും നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും രണ്ടാം പകുതിയിൽ കൂറിന്റെ അധിപനായ സൂര്യന് ഉച്ചസ്ഥിതി സംഭവിക്കുന്നതും മുഖ്യ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വസ്ത്രങ്ങളും ആഭരണങ്ങൾ പോലും സമ്മാനമായി ലഭിക്കുന്നതായ സമയം, ഏറ്റവും വിശേഷപ്പെട്ട സമയം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ സമയം. ശ്രമങ്ങൾ നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തൊഴിൽ നേടുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാൻ ധനപരമായ നേട്ടങ്ങൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നിങ്ങൾക്ക് വന്നു ചേരാം. അനുകൂലമാണ് സമയം. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയം. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന സമയമായിരുന്നു എന്ന് പറയാം. എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകുന്ന സമയമാണ് ഇത്. ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങളാണ് സംഭവിക്കുക. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കും. ജോലി ലഭിക്കും. ജോലിയിൽ പ്രമോഷൻ പോലും ലഭിക്കാം. പല രീതിയിൽ ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. വിദ്യാർത്ഥികൾ തീർച്ചയായും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഉയർന്ന വിജയങ്ങൾ തന്നെ നേടാം. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. വളരെ കാലമായി ലഭിക്കേണ്ട ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളതായ സഹായം ലഭിക്കാം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഇത്തരത്തിൽ സാമ്പത്തികപരമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, മൂന്നാം ഭാവത്തിൽ ശനി ചൊവ്വ യോഗം ഗുണാനുഭവങ്ങൾക്ക് വഴിവയ്ക്കും എന്ന കാര്യമാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തികപരമായ നേട്ടം, ശ്രേയസ്കരമായ കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. ധനപരമായ ഉയർച്ച പല വഴികളിലൂടെയും വന്നു ചേരുക. കൂടാതെ വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട ധനം ലഭിക്കുക. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. തൊഴിൽപരമായും വിദേശത്തേക്ക് പോവുക, പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ചെറിയ തടസ്സങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ ശുഭഗ്രഹങ്ങൾ സൽഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ജോലിയിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്ക് അത് പല വഴികളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ
സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജോലിയിൽ പ്രശസ്തി നേടുക, അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തി നേടുക, തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക, അത്തരത്തിൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. കുടുംബപരമായ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിക്കും ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.